ഹായ് ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലേണിഫൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫുൾ ചാപ്റ്റർ റിവിഷൻ. നമ്മുടെ മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ, +1 മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫുൾ ചാപ്റ്റർ റിവിഷൻ ആണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും തയ്യാറാണോ? ഞാൻ ക്ലാസ് എടുക്കാൻ തയ്യാറാണ്. അപ്പൊ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മൾ ഇതേപോലെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ ഒരുപാട് തരണമെന്നുണ്ട്. ഓണം എക്സാം വരാറായിട്ടുണ്ട്. ഓണം എക്സാമിന്റെ സ്റ്റഡി പ്ലാൻ രാത്രി എല്ലാവരും ആ സ്റ്റഡി പ്ലാനിലേക്ക് മസ്റ്റ് ആയിട്ട് കയറാൻ ശ്രമിക്കാം. ആൻഡ് പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മൊബൈൽ ആപ്പ് നമ്മൾ ഇൻഷാല്ലാ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിലെ ഫസ്റ്റ് ബാച്ച് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് റെഡിയാക്കാൻ നമുക്ക് ഒരു മന്തിനുള്ളിലൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്യും കേട്ടോ. ഒരുപാട് എല്ലാ കാര്യവും നോക്കട്ടെ, ഒരുപാട് യൂസേഴ്സ് യൂസ് ചെയ്യണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡിയാക്കാം. ആൻഡ് അതേപോലെ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകളുടെ നോട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതേപോലെ അടിപൊളി വീഡിയോ ലഭിക്കണം, ക്ലാസ്സുകളുടെ അടിപൊളി വീഡിയോകൾ ലഭിക്കണം എന്നതിന്റെ അതിന് വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതേപോലെ നമ്മുടെ ലേണിഫൈ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ യൂട്യൂബിലും നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് തുടങ്ങാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ട്, മടുത്തിട്ടുണ്ടാവും. സെറ്റ്സ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. നമ്മുടെ ഈ ഒരു ചാനൽ ത്രൂ തന്നെ ഞാൻ ഒരുപാട് ക്ലാസ് അതിന് വേണ്ടി തന്നിട്ടുണ്ട്. ഓക്കെ, സെറ്റ്സ് എന്ന് പറഞ്ഞ ചാനൽ അതിന് വേണ്ടി ഒരുപാട് തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഈ ഒരു നോട്ട് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മുടെ എജുബോർഡിലെ നോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്കത് നോട്ട് ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ സ്റ്റുഡൻസിന് ഒന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് എജുബോർഡിന്റെ നോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്തോ ആട്ടെ ഇതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങാം. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ശരിക്കും അതിന്റെ ഡെഫിനേഷൻ ഓറിയന്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് എ ഒബ്ജക്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡന്റ് അല്ലേ, നിങ്ങളൊരു സ്റ്റുഡന്റ് ആയ സ്ഥിതിക്ക് നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ് എന്ന സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഓക്കെ, ഞാനൊരു ബെസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോ പഠിക്കുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയതിലും വെച്ച് ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണ്? ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണ്? നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണ്? ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഞാൻ പറയാം. എൻ്റെ ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഫിസിക്സിൽ ടഫ് ആയിട്ടുള്ളവരുണ്ടാവും, കെമിസ്ട്രി ടഫ് ആയിട്ടുള്ളവരുണ്ടാവും, മാത്സ് ടഫ് ആയിട്ടുള്ളവരുണ്ടാവും, എല്ലാം ഓൾ ഇൻ വൺ, എല്ലാവരും ടഫ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിലും ചിലപ്പോൾ ടഫ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഞാനൊരു സ്റ്റുഡന്റ് എനെയും എടുക്കുന്നു, സ്റ്റുഡന്റ് ബിനെയും എടുക്കുന്നു. ഇവർക്കിപ്പം മാത്സും ഫിസിക്സും ആണ് ടഫ് എങ്കിൽ മറ്റൊരാൾക്ക് ബയോളജിയും കെമിസ്ട്രി. കണ്ടില്ലേ, അത് വ്യത്യാസം. അത് എല്ലാവരും അംഗീകരിക്കില്ല. ശരിക്കും വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിലുള്ള അതായത് എല്ലാ ആൾക്കാരും അംഗീകരിക്കുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു മീനിങ് ആയിരിക്കണം അതിലുണ്ടായിരിക്കേണ്ടത്. അപ്പം സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ്, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെയെങ്കിൽ ഞാൻ പറയാണ്, കുറച്ച് സെറ്റുകളുടെ എക്സാമ്പിൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, അത് റെഡി ആണോ അല്ലേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗ്രൂപ്പ് ഓഫ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5, അതായത് 5ൽ കുറവായിട്ടുള്ള, അതായത് 5ൽ കുറവ്, ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ 5ൽ കുറവായിട്ടുള്ള, ലെസ് ദാൻ 5, 5ൽ കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പർ പറയുകയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ? 1, 2, 3, 4 എഴുതിക്കൂടെ? നാച്ചുറൽ നമ്പർ 5ൽ കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പർ എല്ലാവരും അംഗീകരിക്കൂലേ? അംഗീകരിക്കും. അത് ഉദാഹരണത്തിന് ഈ കോഴിക്കോട് നിന്നും 5ൽ കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പർ പറയാൻ പറഞ്ഞാൽ 1, 2, 3, 4 പറഞ്ഞു. അമേരിക്കയിൽ പോയിട്ട് നാച്ചുറൽ നമ്പർ 5ൽ കുറവായിട്ടുള്ള പറയാൻ പറഞ്ഞാൽ അവർ 1, 2, 3, 4 അല്ലേ പറയാം. അപ്പൊ എന്താണ്, അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. എന്തിനുള്ള? അതൊരു എക്സാമ്പിൾ ആണ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്. അത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? അത് ഒരു അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്, അഥവാ അതൊരു സെറ്റിന് എക്സാമ്പിൾ ആണ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്ക്. ഗ്രൂപ്പ് ഓഫ് വൊവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വൊവൽസ് ഏതൊക്കെയാണ്? ഉദാഹരണം പറയുകയാണെങ്കിൽ പലരും വ്യത്യസ്തമായിട്ടൊന്നും പറയുന്നില്ല. ആകെ നമുക്കുള്ളത് 5 വൊവൽസ് ആണ്. അതിലൊന്നാമത്തത് എ, ഇ, ഐ, ഓ, യു അല്ലെ? ഒരു 5 വൊവൽസ് ആണല്ലേ നമുക്കുള്ളത്. 5 വൊവൽസ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കോഴിക്കോട് നിന്നും ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വൊവൽസ് പറയാൻ പറഞ്ഞ 5 പറയും. അമേരിക്കയിൽ പോയിട്ട് പറയാൻ പറഞ്ഞാൽ 5 പറയും. അതൊക്കെ എന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്. ദാറ്റ്സ് എക്സാമ്പിൾ ഓഫ് സെറ്റ്സ്. സെറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് എ ഒബ്ജക്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, വൈറ്റ് സ്ക്രീൻ പറ്റൂലേ? ഓക്കെ,
നമുക്ക് ക്ലിയർ ആക്കാം വൈറ്റ് സ്ക്രീൻ ഇവിടെ പാടില്ല. ഓക്കെ, അതുകൊണ്ടാണ് വലിയ ഇഷ്യൂ ഇല്ലാതെ. ഓക്കെ, ഇനി എന്തുവാട്ടെ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് കത്തി എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ചാപ്റ്ററിലേക്ക് മുന്നോട്ടേക്ക് മെല്ലെ കുറച്ചുകൂടെ ഞാൻ സഞ്ചരിച്ചു പോവാണ്. അപ്പൊ ഇവിടെ അടുത്തൊരു എക്സാമ്പിൾ ആണ് ഗ്രൂപ്പ് ഓഫ് 3 ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ മലയാളം. ഗ്രൂപ്പ് ഓഫ് ബെസ്റ്റ് 3 ആക്ടേഴ്സ് ഇൻ മലയാളം എന്ന് പറയുമ്പോൾ, അതായത് ബെസ്റ്റ് ആയിട്ട് നല്ല ആക്ടേഴ്സ്, നമുക്കിപ്പോ ഒരു ആക്ടേഴ്സിന്റെ എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണെങ്കിൽ ഒന്ന് മമ്മൂട്ടി എടുക്കാം, മോഹൻലാൽ എടുക്കാം, പൃഥ്വി എടുക്കാം, അതേപോലെ പിന്നെ നമുക്ക് ആരെടുക്കാം, ആസിഫിനെ എടുക്കാം, ആസിഫ് അലി എടുക്കാം, പിന്നെ നമുക്ക് അങ്ങനെ എക്സെട്ര ദുൽഖർ എടുക്കാം, അങ്ങനെ ഒരുപാട്. ഓക്കെ, ഇത്രയും ആൾക്കാർ നമ്മളെ മലയാളത്തിൽ, ഇത്രയും ആൾക്കാർ മാത്രമാണോ മലയാളത്തിൽ ആക്ടർ ആയിട്ടുള്ളത്? അല്ല, ഒരുപാട് ആൾക്കാർ മലയാളത്തിലുണ്ട്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഒരു എ എന്ന് പറയുന്ന കുട്ടിയുടെ അടുത്ത് പോയിട്ടും ബി എന്ന് പറയുന്ന കുട്ടിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുക ഇഷ്ടപ്പെട്ട ഒരു ആക്ടറിന്റെ പേര് പറ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ആൾക്കാരുടെ 3 ആൾക്കാരുടെ ആക്ടറുടെ പേര് പറയാൻ പറഞ്ഞാൽ അവർ ഒരു പക്ഷേ ഈ ഒരു 3 ആൾക്കാരെ പറയാം, അല്ലെങ്കിൽ മറ്റൊരാൾ ഈ ഒരു 3 ആൾക്കാരെ പറയാം, അല്ലെ? അതേപോലെ വ്യത്യസ്തമാണ്. അതൊന്നും നമുക്ക് എന്താക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. അതൊന്നൊരു സെറ്റുകൾക്ക് എക്സാമ്പിൾ ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ അറിയാം. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. അപ്പം അതെല്ലാമാണ് സെറ്റുകളുടെ ഒരു എക്സാമ്പിൾ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് നിങ്ങളോടായിട്ട് പറയാനുള്ളത്. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, കുഴപ്പമില്ലാലോ. ഓക്കെ, ഞാൻ എല്ലാം മുന്നോട്ടേക്ക് പോട്ടെ. ഷാറല്ലേ, കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായി നോക്കാൻ പോകുന്നത് കട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു സ്ക്രീനിന്റെ ഒരു ലൈറ്റിംഗ് കണ്ടീഷൻ കൃത്യമില്ലാത്ത വിഷയമാണ് പിന്നെ. ഓക്കെ, അപ്പം നമുക്കിനി മുന്നോട്ടേക്ക് പോകാം, കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകാം. ഈ ഒരു കാര്യം കഴിഞ്ഞു, നമ്മളിനി അടുത്ത പേജിലേക്ക് കിടക്കാം. അപ്പം ഇത് നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് 1 മാർക്കിനോ അതോ 2 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്കും പഠിക്കാം, നിങ്ങൾക്കും പഠിക്കാം. അപ്പൊ നോക്ക്, which of the following are sets? ഇതിൽ തന്നിട്ടുള്ളതിൽ ഏതെല്ലാമാണ് സെറ്റുകൾ? ഫസ്റ്റ് ഒന്നാമത്തെ പറഞ്ഞു നോക്കാം. The collection of all the month of year beginning with letter J. ലെറ്റർ ജെയിൽ തുടങ്ങുന്ന മന്ത്, അതായത് ഒരു വർഷത്തിലെ ലെറ്റർ ജെയിൽ നിന്ന് തുടങ്ങുന്ന മാസങ്ങളെ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ, ഇവിടെ വന്ന് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിലും അമേരിക്കയിൽ പോയി ലിസ്റ്റ് ചെയ്യുകയാണെങ്കിലും അവരെന്ത് ലിസ്റ്റ് ചെയ്യും? ജനുവരി, ഫെബ്രുവരി, ജനുവരി, ജൂൺ, ജൂലൈ എന്ന് പറഞ്ഞ ഈ ഒരു 3 മാസങ്ങളെ അവർ ലിസ്റ്റ് ചെയ്യും, അല്ലെ? അതല്ലേ ലെറ്റർ ജെയിൽ നിന്ന് തുടങ്ങുന്നത്? നിങ്ങൾ പറ, ലെറ്റർ ജെയിൽ നിന്ന് തുടങ്ങുന്ന ആ മാസങ്ങളല്ലേ ഉള്ളൂ. എന്ത് മനസ്സിലാക്കാം അവിടെ? ലെറ്റർ ജെയിൽ നിന്ന് തുടങ്ങുന്നത് ഈ ഒരു ജൂൺ, ജൂലൈ, ജനുവരി, ഈ ഒരു 3 മാസങ്ങളാണ്. അപ്പൊ അതെന്താണ്? അതൊരു സെറ്റാണ്, സെറ്റിന് എക്സാമ്പിൾ ആണ്, ബെസ്റ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. പിന്നെ നോക്കാം, ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യന്റെ കേസിൽ എടുക്കാം. ഇന്ത്യയിലെ മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് എത്രയോ ഉണ്ടാവും, 100 കണക്കിലൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് ഒരു ബെസ്റ്റ് 3 ആൾക്കാരെ പറയാൻ പറഞ്ഞാൽ ആരെങ്കിലും പറയും? ഉദാഹരണത്തിന് ഇപ്പോ ഒരു ബെന്യാമിൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ആക്ടേഴ്സിനെ എടുക്കാം. പലരും പല ആക്ടേഴ്സിനെയൊക്കെ എടുക്കുക. അതിനൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള, അതുകൊണ്ട് എന്താണ് അതൊരു നോട്ടേ സെറ്റാണ്, അതൊരു സെറ്റ് അല്ല. പിന്നെ പറഞ്ഞത് എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ്. ഒരു ടീമിലുള്ള ബെസ്റ്റ് 11 ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ആര് ചോദിക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ ആണ്. പലർക്കും പല ആൾക്കാരെ എടുക്കാൻ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് അതൊരു സെറ്റ് അല്ല. പിന്നെ പറഞ്ഞെന്താ, ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ കളക്ഷൻ ഓഫ് ബോയ്സുകളുടെ മാത്രം ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതൊരു സെറ്റാണോ? സെറ്റാണ്. അപ്പൊ അതെന്താ? അതൊരു സെറ്റാണ്. അതായത് ബോയ്സ് കൃത്യം ഇത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ബോയ്സുകളുടെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇത്ര ബോയ്സ് അതിലുണ്ട് എന്ന് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കിട്ടി. പിന്നെ കുറച്ചുകൂടി മുന്നോട്ടേക്ക് ഞാൻ പോവാണ്. പിന്നെ പറഞ്ഞ ചോദ്യം, ദ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. അതായത് 100ൽ കുറവായിട്ടുള്ള ലെസ് ദാൻ 100 എന്ന് പറഞ്ഞാൽ 100ൽ കുറവായിട്ടുള്ള സെറ്റുകൾ, 100ൽ കുറവായിട്ടുള്ള നമ്പേഴ്സ് അഥവാ നാച്ചുറൽ നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതൊരു സെറ്റാണോ? സെറ്റല്ലേ? ഉദാഹരണത്തിന് 1, 2, 3 അങ്ങനെ പോയി 100 വരെ, അല്ലെങ്കിൽ 100 നമുക്ക് ലെസ് ദാൻ 99 വരെ. ഇതുവരെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തിക്കൂടെ? പറ്റും. നേരെ മറിച്ച് 1 മുതൽ അല്ലെങ്കിൽ ലെസ് ദാൻ 100 എന്ന് തന്നിട്ടില്ല. ദ കളക്ഷൻ ഓഫ് ഓൾ നമ്പേഴ്സ് അത്ര വരെ തരികയാണെങ്കിൽ നമുക്കത് സെറ്റായി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് എണ്ണം ഉണ്ട്. ഓക്കെ, ഇഷ്ടമാതിരി ഉണ്ട്, കൺവേർട്ട് ചെയ്യാൻ പക്ഷെങ്കിൽ ഒരുപാട് എണ്ണം ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ അതൊരു സെറ്റാണ്. 100ൽ കുറവായിട്ടുള്ളത് സെറ്റാണ്. പിന്നെ എ കളക്ഷൻ ഓഫ് നോവൽ റിട്ടേൺ ബൈ ദ റൈറ്റർ
മുൻഷി പ്രേംചന്ദിന്റെ നോവൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊരു സെറ്റ് അല്ലേ? മുൻഷി പ്രേംചന്ദ് തന്നിട്ടുണ്ട് അവരുടെ നോവല് മാത്രം ലിസ്റ്റ് ചെയ്യാൻ പറ്റൂല, അതൊരു സെറ്റ് അല്ലേ? സെറ്റാണ്. അതേപോലെയാണ് നമ്മളെ സെറ്റിന്റെ ആ ഒരു കോംപ്ലിമെന്റേഷൻ, ആ സെറ്റിന്റെ എങ്ങനെ ആ സെറ്റ് ആണോ എന്നല്ലേ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഓക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, വലിയ കുഴപ്പം ഇല്ലാലോ സെറ്റിന്റെ ഈ ഒരു കാര്യങ്ങൾ. ഓക്കെ, വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാതെ വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഓക്കെ, 1 മിനിറ്റ് ഇടാം. ലൈറ്റിംഗ് ഇഷ്യൂ ഒരു 1 മിനിറ്റ്. Guys, 1 minute. ഇതൊന്നും ഇഷ്യൂ ഓക്കെ ഗൈസ്, നമുക്ക് ഇത് ബാക്കി നോക്കാം. അതങ്ങനെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, കരുതാം. ഓക്കെ ഒന്ന് ഇവിടെ ഉണ്ടായ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ലാന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് ഇങ്ങനെ പഠിച്ചു തുടങ്ങാം. അപ്പം സെറ്റ്സ് ആണ് പഠിക്കുന്നത് അറിയാം. ആൻഡ് ഇത് ലൈറ്റിംഗ് കണ്ടീഷൻ തെറ്റായിട്ട് ഇല്ലാത്തതിന്റെ ഇഷ്യൂ ആണത്. ഓക്കെ എനിവേ അത് അവിടെ കേട്ടെ, നമുക്ക് തുടങ്ങാം. ബാക്കി തുടങ്ങാം അല്ലെ? സമയം കുറെ ഒരുപാട് ഇച്ചിരി പോയി ഫിക്സ് ചെയ്താൽ ഓക്കെ. ഓക്കെ, ഇപ്പൊ വലിയ ഇഷ്യൂ ഇല്ല എന്ന് കരുതും. എനിവേ നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഇപ്പൊ സെറ്റ്. അപ്പൊ ഇനി ബാക്കി നോക്കാം. ഇനി സ്റ്റാൻഡേർഡ് സെറ്റുകളായിട്ട് നമുക്ക് കുറച്ച് നമ്പേഴ്സ് സിസ്റ്റത്തെ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് സെറ്റ് നാച്ചുറൽ നമ്പർ, അതിന് ഡിനോട്ട് ചെയ്യുക n എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. വോൾ നമ്പർ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് w എന്ന് പറഞ്ഞ നമ്പർ കൊണ്ടാണ്. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞ ലെറ്റർ അതിനെ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് z ആണ്. പിന്നീട് റാഷണൽ നമ്പർ അതിനെ q എന്നാണ്, അതായത് a/b ഫോമിലേക്ക് എഴുതാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും നമ്പർ സിസ്റ്റത്താണ് നമുക്ക് വളരെ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. നാച്ചുറൽ നമ്പർ, വോൾ നമ്പർ, ഇൻഡിജേഴ്സ് ആൻഡ് റാഷണൽ നമ്പേഴ്സ്. ഏറ്റവും മെയിൻലി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇത്തരം നമ്പർ സിസ്റ്റത്തെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകാൻ ഓക്കെ. ആൻഡ് ആ നമ്പർ സിസ്റ്റം നമ്മൾ പഠിക്കാം. പിന്നെ ഒരുപാട് ലിസ്റ്റുകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് കിട്ടുമ്പോൾ ജസ്റ്റ് നോക്കാം. നമുക്ക് സെറ്റ് റെപ്രസെന്റേഷനെ കുറിച്ച് പഠിക്കാം. സെറ്റ് റെപ്രസെന്റേഷനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡാണ് നമുക്ക് കറന്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തേത് റോസ്റ്റർ ഫോം, മറ്റേത് സെറ്റ് ബിൽഡർ ഫോം. നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളതിൽ 2 മെത്തേഡാണുള്ളത്. ഒന്ന് റോസ്റ്റർ ഫോമും മറ്റൊന്ന് സെറ്റ് ബിൽഡർ ഫോമുമാണ് നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കും റോസ്റ്റർ ഫോം പഠിക്കും, പിന്നെ സെറ്റ് ബിൽഡറിലേക്ക് പോകും. അതായിരിക്കും ഒന്നുകൂടെ ഓക്കെ ആയിട്ട് വരുന്നത്. സെറ്റ് ബിൽഡർ, റോസ്റ്റർ ഫോം കാര്യങ്ങളൊക്കെ പഠിക്കും. ആൻഡ് നമുക്ക് ഓരോന്നും മെല്ലെ പഠിച്ചു. അപ്പം നോക്കാം റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്തെന്ന് നോക്കാം. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു ചോദ്യം, ഗ്രൂപ്പ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. 5ൽ കുറവായിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ, 5ൽ കുറവായിട്ടുള്ള ഒരു സെറ്റ് എടുക്കുക, 5ൽ കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പർ എടുക്കുക. അത് നമ്മൾ എടുക്കുമ്പോൾ ലിസ്റ്റ് ചെയ്യുക. 1 2 3 4 1 2 3 4 ആണ് നമ്മൾ ലിസ്റ്റ് ചെയ്യുക. അപ്പൊ അതിനെ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സെറ്റിന് ഒരു പേരിട്ടാണ് തുടങ്ങാൻ. നിങ്ങൾക്കറിയാം, എ എന്ന് പറഞ്ഞ ഒരു പേരിടും, കേർലി ബ്രാക്കറ്റ് ഇടും. അതിൽ നമ്മൾ ഏതെല്ലാമാണോ ലിസ്റ്റ് ചെയ്ത നമ്പർ, 5ൽ കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പർ അല്ലേ, ആ നമ്പർ നിരത്തി അങ്ങ് എഴുതി കൊടുക്കുക.
1 2 3 4 4 വരെ. ഓക്കെ, 4 വരെ ആൻഡ് കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇതേപോലെ റൈറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് റൂസ്റ്റർ ഫോം. അതായത് ഏതെല്ലാം എലമെന്റുകളാണോ തന്നത് ആ എലമെന്റുകളെ എല്ലാത്തിനെയും നിരത്തി അങ്ങ് എഴുതി കൊടുക്കുക. അതിനെ പറയുന്ന പേരാണ് റൂസ്റ്റർ ഫോം. കിട്ടി എന്ന് കരുതുന്നു. സെറ്റ് ബിൽഡറോ? സെറ്റ് ബിൽഡർ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അതായത് പേര് സെയിം ആയിട്ട് ഇടാം. എ എന്ന് പറഞ്ഞ പേരിടാം. അതിൽ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സും 2 പുള്ളി ഇടാം. എക്സ് എന്താണെന്ന് പറയാം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. അതൊരു എപ്സിലോൺ ഇടുക. നാച്ചുറൽ നമ്പർ ആണ്. കോമ എത്രയാണ്? ലെസ് ദാൻ 5. 5 കുറവായിട്ടുള്ളത് നാച്ചുറൽ നമ്പർ ആണ്. കേട്ടോ? ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കിട്ടി എന്ന് ഞാൻ കരുതുന്നു. വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാതെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഞാൻ കരുതാണല്ലോ. സെറ്റ് റെപ്രസെന്റേഷന്റെ കാര്യത്തിൽ വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാതെ കരുതുന്നു. കുറച്ചുകൂടെ ഞാൻ മുന്നോട്ടേക്ക് യാത്ര ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു. നോട്ട് കിട്ടാൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എനിവേ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോവാം. ഒരു ചോദ്യം ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. നോക്കിയോ, ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3 4 5 6. Insert the approximate symbol epsilon or non-epsilon in the blank space. Epsilon എന്നാണ് പറയാ, അല്ലെങ്കിൽ ഈസ് ആൻ എലമെന്റ് അല്ലെ ഈസ് നോട്ട് എലമെന്റ് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ സൂചിപ്പിക്കാം. അതായത് ഈ ഒരു സിമ്പിൾ എലമെന്റ് ആണ്, എലമെന്റ് അല്ല എന്നിങ്ങനെ സൂചിപ്പിക്കും. ഓക്കെ, അപ്രോപ്രിയേറ്റ്. ഇൻസേർട്ട് ദ അപ്രോപ്രിയേറ്റ് സിമ്പിൾ. ഇവിടെ കൊടുത്തിട്ടുള്ള 2 സിമ്പിൾ ഉണ്ട്. ഈസ് ആൻ എലമെന്റ് അല്ലെങ്കിൽ ബിലോങ്സ് ടു, ഈസ് നോട്ട് ബിലോങ്സ് ടു, അങ്ങനെ ആഡ് ചെയ്യാം. നോക്കാം. നമ്മൾ ഈ സെറ്റിനാണ് ഇവിടേക്ക് മാറ്റി എഴുതുന്നുണ്ട്. സെറ്റ് ഇവിടേക്ക് മാറ്റി എഴുതാണ്. വലിയ ഇഷ്യൂ ഒന്നുമില്ല. സെറ്റിനെ അവിടെ മാറ്റി എഴുതാണ്. എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഞാൻ എഴുതുന്നു. ആ എ എന്ന് പറഞ്ഞ ഒരു സെറ്റിൽ ഫസ്റ്റ് ഓഫ് ഓൾ 1 2 3 4 5 6 6 വരെയാണ് നമുക്ക് ഇവിടെ എഴുതാനുള്ളത്. ഈ ഒരു 6 വരെ ഞാൻ ഇവിടെ എഴുതുകയാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ടേക്ക് നമുക്ക് സഞ്ചരിക്കണം. അതിൽ ഞാൻ പറയാണ്. ഇവിടെ ഫസ്റ്റത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 5 എന്ന് പറയുന്നത് എ എന്ന് പറയുന്നതിൽ എലമെന്റ് ആണോ അല്ലയോ? 5 എന്ന് പറയുന്ന ഒരു എലമെന്റ് എ എന്ന് പറയുന്ന സെറ്റിലുള്ള ആളാണോ ആളല്ലേ? നോക്കി നോക്കാം. 1 2 3 4 5. അവിടെ 5 ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ എന്താണ്? ആ ഒരു എ എന്ന് പറഞ്ഞ സെറ്റിലുള്ള എലമെന്റ് അല്ലേ? 5 എന്ന് പറഞ്ഞത് അതിലുള്ള ഒരു എലമെന്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്താ ആഡ് ചെയ്യാം? ഈസ് ആൻ എലമെന്റ്. നമുക്ക് എപ്സിലോൺ ആഡ് ചെയ്യാം. കിട്ടി. അതേപോലെ രണ്ടാമത്തെ 8 എന്ന് പറയുന്ന ഒരു എലമെന്റ് എ എന്ന് പറയുന്ന സെറ്റിലുള്ള ആളാണോ? അല്ല. അപ്പൊ നമുക്ക് എന്താ ആഡ് ചെയ്യാം? ഇറ്റ് നോട്ട് എലമെന്റ് അല്ലെങ്കിൽ ഇസ് നോട്ട് ബിലോങ്സ് ടു എന്നൊക്കെ ആ എലമെന്റ് അല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ആഡ് ചെയ്യാം. അതേപോലെ ബാക്കി നിങ്ങൾ ചെയ്ത് ഇവിടെ ഓൾറെഡി ആൻസർ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ 0 എന്ന് പറഞ്ഞത് എലമെന്റ് ആണോ? ഈ എ എന്ന് പറഞ്ഞ സെറ്റിൽ ഉണ്ടോ 0? ഇല്ല. അപ്പൊ അതെന്താ? നമുക്ക് എലമെന്റ് അല്ല എന്ന് പറയാം. പിന്നെ 4 എന്ന് പറയുന്നതോ അത് എലമെന്റ് ആണ്. കാരണം എന്താ? 1 2 3 4 ഇതാണ് 4 ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എലമെന്റ് അല്ലേ? ആണ്. പിന്നെ 2 എന്ന് പറഞ്ഞത് എലമെന്റ് ആണോ? 2 എന്ന് പറഞ്ഞ എലമെന്റ് ആണ്. 2 പറഞ്ഞത് അവിടെ. അപ്പൊ അത് എലമെന്റ് ആണ്. ശരിയാണ്. 10 എന്ന് പറഞ്ഞത് എ എന്ന് പറഞ്ഞ സെറ്റിലുള്ള എലമെന്റ് ആണോ? 10 അല്ല, 6 വരെയുള്ള. അപ്പൊ അതൊരു എലമെന്റ് അല്ല. കിട്ടി എന്ന് ഞാൻ കരുതുന്നു. കിട്ടിയിട്ടുണ്ട്. നമ്മളെ വീഡിയോ ക്യാമറ ജസ്റ്റ് ഒന്ന് സ്റ്റക്കായി പോയതാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എട്ടും പോയിട്ടില്ല. ഓക്കെ, വോയിസ് കേൾക്കാം. വീഡിയോ ക്യാമറ ജസ്റ്റ് ഒന്ന് കട്ടായി പോയതാണ്. ഞാൻ പ്രിന്റാക്കി കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, കിട്ടിയിട്ടുണ്ട് ഞാൻ കരുതുന്നു. ഓക്കെ. അപ്പം ആ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലായി. ഷാറല്ലേ? ഷാറല്ലേ? കമന്റ് ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യണം. എന്നാൽ നമുക്കൊരു സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് മെല്ലെ പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് കിട്ടി. കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വരാൻ നമുക്ക്. ഇതൊക്കെ ഓക്കെ അല്ലേ? ഇതൊക്കെ ഓക്കെ ആണെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഇന്ന് ചാപ്റ്റർ മൊത്തം നമ്മൾ നോക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വരാം. അപ്പം ചോദ്യം ഇതാണ്, റൈറ്റ് ദ ഫോളോയിങ് സെറ്റ് ഇൻ റൂസ്റ്റർ ഫോം. അതായത് ഒരു സെറ്റ് അവിടെ തന്നിട്ടുണ്ട്. ആ ഒരു സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? റൂസ്റ്റർ ഫോമിൽ നമ്മൾ ചെയ്യണം. റൂസ്റ്റർ ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ സിമ്പിൾസ് നോക്കാം. ഇത് ലെസ് ദാൻ ആണ്,
ഈ ഒരു സിമ്പിളിനെ പറയാ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നതാണ് പറയാ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അവിടെ വരെ, അതായത് അതിൽ ഉൾപ്പെടും എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം. A is equal to set of all x such that is an integers and -3 less than or equal to x less than 7. പറഞ്ഞത് -3 മുതൽ 7 വരെ, -3 മുതൽ 7 വരെ ഉൾക്കൊള്ളിക്കുന്ന ഒരു സെറ്റ് ബിൽഡർ ഫോം ആണ് നമുക്ക് മുകളിൽ തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ എന്താക്കി മാറ്റി എഴുതണം? റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. -3 മുതൽ അങ്ങ് തുടങ്ങാം. -3 അല്ലെങ്കിൽ 0 മുതൽ തുടങ്ങാം. 0 മുതൽ -3 വരുന്ന കേസ് വരെ നമ്മൾ ഇവിടെ എഴുതി. അതിൽ -3 ഇവിടെ മാർക്കാണ്, അത് അവിടെ ഫിക്സ്ഡ് ആണ് കേട്ടോ. -3 ഫിക്സ്ഡ് ആണ്, കാരണം അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫിക്സ്ഡ് ആണ്. ഉദാഹരണത്തിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 വരെയാണെങ്കിൽ ഈ ഒരു 6ന്റെ സ്ഥാനത്ത് 7 കൂടി ഉണ്ടായിരുന്നതിന് അത്രയും സ്ഥാനത്ത്. പിന്നെ വന്നു 7 വരെ. 7 വരെയാണോ? അല്ല, 7 തൊട്ട് മുമ്പുള്ളതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് എടുക്കുക. അതായത് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓപ്പൺ ചെയ്യാം -3 -2 -1 0 ആൻഡ് 1 2 3 4 5 ഓക്കെ. ഇതാണ് എന്തിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക? ഈ ഒരു റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതേപോലത്തെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ രൂപത്തിൽ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്നാൽ സിമ്പിളുമാണ് ഈ ഒരു കേസ്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ ഇതേപോലത്തെ ടൈപ്പ് വേർഡ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ടേക്ക് യാത്ര ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിട്ടുണ്ട്. അത് എല്ലാ ചോദ്യവും ഞാൻ പറയുന്നില്ല, ഒക്കെ നിങ്ങൾക്ക് നോട്ട് കിട്ടുമ്പോൾ ജസ്റ്റ് നോക്കാം. ഇതൊക്കെ നമുക്ക് ചെറിയൊരു ഹോംവർക്ക് രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കുറച്ചുകൂടെ മുന്നോട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഹോംവർക്ക് രൂപത്തിൽ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. E is equal to the set of all letters in the word trigonometry. Trigonometry എന്ന് പറയുന്ന വേർഡ്സിലുള്ള ലെറ്റേഴ്സുകളെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇതാണ് E is equal to ഓപ്പൺ ചെയ്യാം ട്രിഗണോമെട്രി. ട്രിഗണോമെട്രിയിൽ നോക്കാം. ആവർത്തിക്കാൻ പാടില്ല എന്ന് ഓർമ്മയുണ്ടല്ലോ. ഫസ്റ്റ് ഉണ്ട്, ടി ഉണ്ട്, ആർ ഉണ്ട്, ഐ ഉണ്ട്, ജി ഉണ്ട്, കോമഡനെ ഓ ഉണ്ട്, നോ ഓ പ്രാവശ്യം നമ്മൾ എഴുതാണ്, അത് എഴുതേണ്ട ആവശ്യമില്ല. എം ഇ ടി ഫസ്റ്റ് നമ്മൾ എഴുതാണ്, ആർ എഴുതാണ്, വൈ. ഇതാണ് കേട്ടോ ട്രിഗണോമെട്രി. ഓക്കെ, ട്രിഗണോമെട്രി എന്ന് പറയുന്നതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രിഗണോമെട്രിയെ എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ നമ്മൾ റൂസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഓർമ്മിച്ചാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഹോംവർക്ക് രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാന്ന് കരുതുന്നു. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. പിന്നെ നമ്മൾ ടൈപ്പ് ഓഫ് സെറ്റ്സുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ടൈപ്പ് ഓഫ് സെറ്റുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സോ ഈസിയാണ് ടൈപ്പ് ഓഫ് സെറ്റുകളെ കുറിച്ച് പറയാൻ പോകുന്നത്. ടൈപ്പ് ഓഫ് സെറ്റ് നോക്കാം. ചുരുക്കി പറയുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് സെറ്റുകളിൽ നമ്മൾ പ്രധാനമായിട്ടും ഒന്ന് എം ടി സെറ്റ് ആണ്. എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിലൊന്നും ഇല്ല, വെറും ഈ ഒരു കേർലി ബ്രാക്കറ്റ് മാത്രമേ ഇല്ല, അതൊരു എം ടി സെറ്റ് ആണ്. നൾ സെറ്റ്, അത് നമ്മൾ 5 ഇട്ട് കൊടുക്കുക, 5 PHI. പിന്നെ വോയിഡ് സെറ്റ്, പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എം ടി സെറ്റ് എഴുതാൻ പറഞ്ഞാല് ഈ ഒരു കേർലി ബ്രാക്കറ്റും അതിന്റെ ഉള്ളിൽ 5ഉം കൂടി ഇട്ട് വെക്കരുത്. അത് തെറ്റാട്ടോ, കണ്ണും കൂട്ടി തെറ്റാട്ടിട്ട് തരും. അപ്പൊ അത് ആ പരിപാടി ചെയ്യാൻ നോക്കണ്ട. ഓക്കെ, ആ ഒരു പരിപാടി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ട. അതാണ് നമ്മുടെ ഒരു കേസ്. അതായത് പിന്നെ മറ്റൊരു കാര്യമാണ് സെറ്റ് വിച്ച് ഡസന്റ് കണ്ടെയ്ൻ എനി എലമെന്റ്. ഓക്കെ, അതൊക്കെ ഒഴിവാക്കാം, അതൊന്നും ആവശ്യമില്ല. പിന്നെ വരുന്നത് അതാണ് എം ടി സെറ്റുകളുടെ കേസ്. പ്രധാനമായിട്ടും ഈ ഒരു കാര്യവും പഠിച്ചു വെച്ചാൽ മതി. സിമ്പിളുകൾ കളിയും. പിന്നെ വരുന്നത് ഫൈനൈറ്റും വരും, ഇൻഫൈനൈറ്റും വരും. ഫൈനൈറ്റ് സെറ്റും വരും, ഇൻഫൈനൈറ്റ് സെറ്റും വരും. ഫൈനൈറ്റ് സെറ്റിന് ഒരു എക്സാമ്പിൾ അറിയുകയാണെങ്കിൽ ഒരു സെറ്റ് ഓപ്പൺ ചെയ്യുക 1 മുതൽ 2 പോയിന്റ് ഒരു 4 വരെ. ഇതൊരു ഫൈനൈറ്റാണ്. കാരണം എന്താ, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും, അതാണ് ഫൈനൈറ്റ് സെറ്റ്. ഇനി ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു സെറ്റ് ഓപ്പൺ ചെയ്യുന്നു, 2 ക്ലോസ് ചെയ്തൊന്നുമില്ല, ഇതിലാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല, ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. ഇതാണ് ഫൈനൈറ്റും ഇൻഫൈനൈറ്റ് സെറ്റ്. ആ ഒരു കാര്യം നിങ്ങൾക്ക് കത്തി ഞാൻ കരുതുന്നു. ഈക്വൽ സെറ്റ് ആണ് മൂന്നാമതായിട്ട് നമുക്ക് വളരെ പ്രധാനമായിട്ട് വേണ്ട ഒരു ആൾക്കാർ. ഈക്വൽ സെറ്റ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ
രണ്ട് സെറ്റുകൾ ഉണ്ട്, പക്ഷെങ്കിൽ എലമെന്റ് ഒക്കെ റെഡിയാണ്, ഓർഡർ വ്യത്യാസം. ഒരു സെറ്റ് എയിലുള്ള എലമെന്റ് 1 തൊട്ട് 4 വരെ ഉണ്ട്. രണ്ടാമത്തെ ഒരു സെറ്റ് നോക്കുകയാണെങ്കിൽ 4 3 2 1 സെയിം എലമെന്റ് ആണ്, പക്ഷെ നേരെ ഒരു ഓർഡർ ചേഞ്ച് ആക്കിയില്ല. അപ്പൊ അതിനൊക്കെ എന്ത് പറയും? ഈക്വൽ സെറ്റ് എന്ന് പറയും. എ ബി സി എന്ന് പറഞ്ഞത് നേരെ തിരിച്ച് ബി എ സി. കണ്ടോ, ഈക്വൽ സെറ്റ് ആണ്, പക്ഷെങ്കിൽ ഓർഡർ ചേഞ്ച് ചെയ്തു. അപ്പൊ അതെന്താണ്? ഈക്വൽ സെറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യാം. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾ ഓഫ് നൾ സെറ്റ്? നൾ സെറ്റുകൾക്ക് എക്സാമ്പിൾ ആയിട്ടുള്ള എന്താണ്? സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പർ ഡിവിസിബിൾ ബൈ 2. ഡിവിസിബിൾ ബൈ 2 അതായത് നാച്ചുറൽ നമ്പറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? ഓഡ് നാച്ചുറൽ നമ്പറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുമോ 2ന്റെ ഡിവിസിബിൾ 2 കാണാൻ പറ്റും? ഇല്ല. അപ്പൊ എന്താണ്? നൾ സെറ്റ് ആണ്. ഇല്ല. ആൻഡ് സെറ്റ് ഓഫ് ഓൾ ഈവൻ പ്രൈം നമ്പേഴ്സ്, അതൊരു സെറ്റ് അല്ല. സെറ്റ് ഓഫ് ഓൾ ഈവൻ പ്രൈം നമ്പേഴ്സിൽ 2 കാണാൻ പറ്റില്ല. പ്രൈം നമ്പേഴ്സ് ഓക്കെ. പിന്നെ എക്സ് സച്ച് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. അതെന്താണ്? 5ൽ കുറവായിട്ടുള്ളതും 7ൽ കൂടുതലായിട്ടുള്ളതും നമ്പർ. 5ൽ കുറവായിട്ടുള്ളതും 7ൽ കൂടുതലായിട്ടുള്ള നമ്പർ, അതും ഒരു എം ടി സെറ്റാണ്. അതേപോലത്തെ ചോദ്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളത് ചെയ്ത് നോക്കാൻ ശ്രമിക്കട്ടോ. കുറച്ച് ലിമിറ്റഡ് ആണ്, നമുക്ക് സമയം കുറവാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 26 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നിങ്ങളത് നോക്കുക. പക്ഷെ നമ്മൾ ഇനി സബ്സെറ്റുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സബ്സെറ്റുകളെ കുറിച്ച് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ എൻ്റെ മറ്റേ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഫുൾ ചാപ്റ്റർ റിവിഷൻ എന്ന് പറഞ്ഞ നിരക്ക് ഞാൻ പറയുന്നുള്ളൂ. സബ്സെറ്റുകൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു സെറ്റ് ഞാൻ തരികയാണ്, എ എന്ന് പറഞ്ഞ സെറ്റ്. ആ എ എന്ന് പറഞ്ഞ സെറ്റിൽ ഉദാഹരണത്തിന് ഒരു 2 3 4 എന്ന് പറഞ്ഞ നമ്പറുകളാണുള്ളത്. ഇതിനെ സബ്സെറ്റുകളായി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എഴുതാൻ പറ്റും. ആ സെറ്റിനെ തന്നെ നമുക്ക് എടുത്തെഴുതാം, അല്ലെങ്കിൽ അത് അവസാനം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യാം 5 നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. 5 ഒന്നുമില്ലാത്ത സെറ്റ്. ഇനി ഓരോ എലമെന്റുകളെ നമുക്ക് വിളിക്കാം 2. അതേപോലെ മറ്റൊന്നിനെ പിന്നെ ഒരു എലമെന്റിനെ വിളിക്കാം 3. ഇങ്ങനെ സിംഗിൾ ആയിട്ട് എഴുതി പോവാം. ഓക്കെ. പിന്നെ ഒന്നിനെ വിളിക്കാം 4. ഓക്കെ. ഇതേപോലെ പിന്നെ ഇനി 2 എണ്ണം കോമ്പിനേഷൻ ആക്കാം, ഇതും കോമ്പിനേഷൻ ആക്കാം. അതേപോലെ അങ്ങനെ എഴുതാം. പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, 2n എന്ന് പറഞ്ഞ ഇക്വേഷൻ. അഥവാ 2 ഇൻറ്റു എത്ര ആൾക്കാരാണ്, അല്ലെങ്കിൽ 2 എത്ര എലമെന്റുകളാണോ ഉള്ളത്, 3 എലമെന്റ് ആണ്. അപ്പൊ 2 എന്ന് പറഞ്ഞ എലമെന്റ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, 2 എന്ന് പറഞ്ഞ എലമെന്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ആൻസറിലേക്ക് എത്തും. അതെ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു അങ്ങനെ ചെയ്ത് നോക്കാം. 4ഉം 2ഉം 8ഉം അങ്ങനെ ആ ഒരു കാര്യത്തിലൂടെ നമുക്ക് ചെയ്ത് നോക്കാം. എത്ര എലമെന്റുകൾ ഉണ്ടാകും? ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു രണ്ട് എലമെന്റുകൾ ഉള്ള ഒരു സെറ്റ് ഞാൻ ഓപ്പൺ ചെയ്തു. 2 എലമെന്റുകൾ ഉള്ള ഒരു സെറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ പ്രധാനമായിട്ടും അതിൽ എത്ര എലമെന്റുകൾ ഉണ്ടെന്ന് ചോദിക്കുന്നത് അവരെങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് 2n എന്ന് പറഞ്ഞ ഇക്വേഷൻ. 2n എന്ന് പറഞ്ഞത് എന്നിന്റെ സ്ഥാനത്ത് എത്ര എലമെന്റുകൾ ഉണ്ടോ എഴുതി കൊടുക്കുക. ഉദാഹരണത്തിന് ഈ ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 2 എലമെന്റ് അല്ലേ ഉള്ളത്. അപ്പം 2n അഥവാ 4 എലമെന്റ് ആണ് ആൻസർ എഴുതി കിട്ടുക. 5 സെറ്റ് 2 3. ഇതേപോലെ 4 എലമെന്റ്. ഇത്രയും ഇങ്ങനത്തെ കേസാണ് നമുക്ക് വളരെ പ്രധാനമായിട്ടും എഴുതാൻ സാധിക്കും. അപ്പൊ ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതാണ്. വലിയ ഇഷ്യൂ ഒന്നുമില്ലായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും? നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കിട്ടും. ഓക്കെ. ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചെയ്യാം. വലിയ കുഴപ്പമില്ലല്ലോ. ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചെയ്യും. ആൻഡ് കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇന്റർവെൽസിന്റെ കേസാണ്. അതായത് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലുള്ള കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. റിയൽ നമ്പേഴ്സിലുള്ള കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു ചിത്രം തന്നെ നിങ്ങൾ മനസ്സിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവെൽസിന്റെ കാര്യം ഓക്കെ ആയിരിക്കും. നോക്കാം. ലെസ് ദാൻ എന്ന് തരുകയാണെങ്കിൽ, ഒരു ലെസ് ദാൻ ഇതേപോലത്തെ ഒരു സിമ്പിൾ തരികയാണെങ്കിൽ അത് ഇൻക്ലൂഡഡ് അല്ല, ഒരു സർക്കിൾ മാത്രമാണ് ഡ്രോയിൽ ഉൾപ്പെടുത്തേണ്ടത്. നമ്മൾ അവിടെ ചൂസ് ചെയ്യേണ്ട സിമ്പിൾ എന്ന് പറഞ്ഞാൽ വെറും സർക്കിൾ ബ്രാക്കറ്റ് അത്ര യൂസ് ചെയ്താൽ മതി. പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു തരികയാണെങ്കിൽ അവിടെ ചൂസ് ചെയ്യേണ്ടത്
വരയ്ക്കുമ്പോൾ നമ്മൾ കളർ ചെയ്തിട്ടുള്ള ഒരു സർക്കിളാണ്. കളർ ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ ഒരു കളർ ചെയ്തിട്ടുള്ള ഒരു സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് അതിൽ ഇൻക്ലൂഡഡ് ആണോ, ഇൻക്ലൂഡഡ് ആണോ, അതുകൊണ്ട് പെറ്റി ബ്രാക്കറ്റ്. ഇതാണ്. ഇതൊന്നും നിങ്ങൾ പഠിച്ചാലും തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഓക്കെ ആയിരിക്കും. ഈ ഭാഗം ഓക്കെ ആയിരിക്കും. ഒരു ചോദ്യം ചെയ്യാം നമുക്ക്. ഈ ഒരു ചിത്രത്തിന്റെ കേസ്, ഈ ഒരു ആൻസർ നമ്മൾ ഇവിടെ നിന്ന് നോക്കാം. ഈ ഒരു ചോദ്യത്തിന്റെ കേസ് നോക്കാം. ഇതെന്താണ്? വെറും സർക്കിൾ മാത്രമാണ്. ഡ്രോ ചെയ്യാത്ത സർക്കിൾ ആണെങ്കിൽ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് ഇടാം. എത്ര വരെയാണ് അതിന്റെ? -2 ആണ്, -2 എല്ലാം മുന്നോട്ടേക്ക് എവിടെയാണ്? ഇൻക്ലൂഡഡ് ആണ് 3 വരെ. അപ്പൊ അവിടെ ഒരു ബ്രാക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റിയ ബ്രാക്കറ്റ് കണ്ടോ? ഇതേപോലെ നമുക്ക് ആൻസർ ചെയ്തു പോകാം. അപ്പൊ നിങ്ങൾ ഇതേപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. നോക്കാം. ഞാൻ ഈ ഭാഗത്ത് വലുതായിട്ട് പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് നോക്കാം. നമുക്ക് ഈ ഒരു ചോദ്യം ഏതെങ്കിലും ഒരു ചോദ്യം ചെയ്യാം. നമുക്ക് നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് ദാറ്റ് എക്സ് ഒരു റിയൽ നമ്പർ ആണ് ആൻഡ് -4 ലെസ് ദാൻ ആണ്. അപ്പൊ എന്താണ്? അത് ഇൻക്ലൂഡഡ് അല്ല. -4. ഓക്കെ, പിന്നെ കുറച്ച് മുന്നോട്ടേക്ക് വരിക. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ അത് 6 ഉണ്ട്, അത് 6 അതിന്റെ ഉള്ളിലാണ് കേട്ടോ. ഈ ഒരു ചിത്രം മെയിൻലി യൂസ് ചെയ്യേണ്ടത് ഇതാ ഈ ഒരു ചിത്രമാണ്. ഈ ഒരു ചിത്രം ചൂസ് ചെയ്യാം. ഇതാ ഈ ഒരു ചിത്രം. ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തിലെ ഏത് ചോദ്യം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഏത് ചോദ്യം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് ഞാൻ യൂണിവേഴ്സൽ സെറ്റിനെ കുറിച്ച് പഠിക്കാൻ പോവാം. യൂണിവേഴ്സൽ സെറ്റിനെ കുറിച്ച്. ഓക്കെ, കൃത്യം ഒരു 40 മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ ക്ലാസ് കഴിയും. ഓക്കെ, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും യൂണിവേഴ്സൽ സെറ്റ് പറഞ്ഞാൽ അറിയൂല എന്ന് പറയരുത് ഇനി അങ്ങോട്ട്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം വെറുതെ ഒരു 2 സെറ്റുകൾ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. വെറുതെ ഞാനൊരു 2 സെറ്റുകൾ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും സി എന്ന് പറയുന്ന സെറ്റും. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എ ബി സി എന്ന് പറയുന്ന സെറ്റുകളിലെ അതിലുള്ള എല്ലാ എലമെന്റുകളെയും നിരത്തി എഴുതുന്നതിനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. കത്തിയോ? ഇല്ല, എന്നിട്ട് പറയാം. എ എന്ന് പറയുന്ന സെറ്റിൽ 1 2 3 എന്നുണ്ട്. ബി എന്ന് പറയുന്ന സെറ്റിൽ 1 3 4 ഉണ്ട്. ആൻഡ് സി എന്ന് പറയുന്ന സെറ്റിൽ 5 4 5 6 7 8 ഇത്ര സെറ്റുകളുണ്ട്. അപ്പം ഇതിന്റെ എല്ലാം യൂണിവേഴ്സൽ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ ഇത്ര എഴുതേണ്ടതുള്ളൂ. 1 2 3 ആദ്യം എഴുതുക, പിന്നെ 4 അടുത്ത് എഴുതുക, 5 6 7 8. അതായത് ഏതെല്ലാമാണോ നമുക്ക് സെറ്റ് ആയിട്ട് തന്നിട്ടുള്ളത് അതെല്ലാം കൂടി എഴുതുക, അതെല്ലാം കൂടി എടുത്ത് എഴുതുക. ഓക്കെ, അതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എല്ലാം കൂടെ അതായത് ഇനി നേരെ മറിച്ച് തിരിച്ചു ചോദിക്കട്ടെ, യൂണിവേഴ്സൽ സെറ്റ് ഇങ്ങനെ മാറ്റി എഴുതാനൊക്കെ ചോദിക്കും. വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് കരുതാണ്. അതിൽ തന്നെ യൂണിവേഴ്സൽ സെറ്റ് എന്താണ് കിട്ടിയത്? ഉദാഹരണത്തിന് എ എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 നമ്മൾ ഓൾറെഡി ഉണ്ട്. പിന്നെ അടുത്തത് 3 ഉം 4 നമ്മൾ അടുത്ത് എഴുതിയിട്ടുണ്ട്. 5 എഴുതി, 6 എഴുതി, 7 എഴുതി, 8 എഴുതി, 9 ഒന്നും എഴുതിയിട്ടില്ല, 9 10 എഴുതിയിട്ടില്ല. അപ്പം നമ്മൾ അതിൽ ഇങ്ങനെ തിരുത്തി ചെയ്ത യൂണിവേഴ്സൽ സെറ്റ് എല്ലാം കൂടി ഉള്ളത്. അതായത് യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ വെൻ ഡയഗ്രാം സൂചിപ്പിക്കുക വലിയൊരു ബോക്സ് ആണ്. ഇതൊക്കെ സെറ്റ് എ സെറ്റ് ബി ആണ്. ഇനി നമ്മൾ ഓപ്പറേഷൻ ഓഫ് സെറ്റുകളെ കുറിച്ച് പറയാൻ പോവാണ്. ഓപ്പറേഷൻ ഓഫ് സെറ്റ് അതായത് യൂണിയൻ ഉണ്ട്, ഇന്റർസെക്ഷൻ ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്, കോംപ്ലിമെന്റ് ഉണ്ട്. യൂണിയൻ എന്ന് പറയുന്ന കേസ് എടുക്കാം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാൻ പോകുന്നത് യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിലെ അതേപോലത്തെ ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. ഇത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റ്സും കൂടി ഉണ്ടാവും. മൊത്തം എലമെന്റ് എത്ര സെറ്റുകളുണ്ടോ ആ സെറ്റുകളെ എല്ലാ എലമെന്റ്സും കൂടി ഉണ്ടാവും. ഓക്കെ, ആൻഡ് കുറച്ചുകൂടി മുന്നോട്ടേക്ക് വരാം. യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ യു തന്നെയാണ്. ഈ ഒരു സിമ്പിളാണ് നമ്മൾ യൂണിയൻ യൂസ് ചെയ്യുക. ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ഇല്ലേ, ആ സെറ്റ് ഇവിടെ എഴുതുക. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റുകളും ബി എന്ന് പറയുന്ന സെറ്റുകളിലെ എലമെന്റുകളും നിരത്തി എഴുതുക. ഉദാഹരണത്തിന് 2 3 4 5 6 കണ്ടോ? അത്രേ ഉള്ളൂ. റിപ്പീറ്റഡ് ആവാത്ത ലെറ്റേഴ്സ് എടുത്ത് എഴുതിയാൽ മതി. അതാണ് എ യൂണിയൻ ബി അല്ലെങ്കിൽ യൂണിയൻ എന്ന് പറയാം. 2 3 4 5 6 ഇതാണ് എന്ത്? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ. അതേപോലെ കണ്ടില്ലേ, ഇതിലുള്ള എല്ലാ എലമെന്റുകളും രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റുകൾ എടുത്ത് എഴുതുക. രണ്ടിലും കോമൺ മീൻസ് 3 4 5. അതായത് എ ബി എന്ന് പറഞ്ഞ സെറ്റിൽ 3 4 5 6 വരെ. ഇവിടെ 6 ഒഴിവാക്കിയിട്ട് 7 8. അതേപോലെ നിരത്തിയത് ഇത്
എലമെന്റുകൾ, അതായത് ഒരു സെറ്റിലെ എലമെന്റും മറ്റേ സെറ്റിലെ എലമെന്റ്, ഉദാഹരണത്തിന് ഒരു സെറ്റിൽ 3, 4, 5, 6 തരികയാണ്, മറ്റേ സെറ്റിൽ 6, 7, 8 തരികയാണെങ്കിൽ അതിലുള്ള എല്ലാ എലമെന്റുകളെയും നിരത്തിയില്ല. ഉദാഹരണത്തിന് റിപ്പീറ്റഡ് ആവാതെ എല്ലാ എലമെന്റുകളെയും നിരത്തിയില്ല, അത് ആ ഒരു കേസാണ്. അപ്പൊ അതും കിട്ടി. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന, ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ സിമ്പിൾ ആണ് യൂസ് ചെയ്യുക. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റുകളെ മാത്രം ഇല്ല. ഉദാഹരണത്തിന് എ എന്ന് പറഞ്ഞ സെറ്റിൽ 1, 2, 3, 4 വരെ, ബി എന്ന് പറഞ്ഞ സെറ്റിൽ 3, 4, 5, 6 വരെ. അങ്ങനെയെങ്കിൽ അതിലെ കോമൺ, എ എന്ന് പറഞ്ഞ സെറ്റിലും ബി എന്ന് പറഞ്ഞ സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് നോക്കാം. ഇവിടെ 3, 4 ആണ് കോമൺ ആയിട്ട് വന്നിട്ടുള്ള എലമെന്റുകൾ. അപ്പൊ അതിനെ അങ്ങ് എടുത്ത് ചെയ്യാൻ മതി. അതായത് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3 അതാണ് എന്ത്, ഈ ഒരു കേസ്. അതാണ് ഈ ഒരു ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ ഡിസ്ജോയിന്റ് സെറ്റുകളുണ്ട്. ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ നമുക്ക് തോന്നുന്നില്ല, ഒന്നും ഇല്ല. അതായത് ഉദാഹരണത്തിന് ഒരു സെറ്റിലുള്ള എലമെന്റ് തന്നെ മറ്റേ സെറ്റിലൊന്നും ഇല്ല, റിപ്പീറ്റഡ് ആയിട്ടില്ല, കോമൺ ആയിട്ട് വരുന്നില്ലെങ്കിൽ അതിനെ ഡിസ്ജോയിന്റ് സെറ്റ് ആണ്. അഥവാ പി ഇന്റർസെക്ഷൻ ക്യൂ ഈസ് ഈക്വൽ ടു 5 അല്ലെങ്കിൽ എം ടി സെറ്റോ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഒന്നുമില്ലെങ്കിൽ അത് ആ ഒരു സിമ്പിൾ നിങ്ങൾക്ക് എഴുതി വെക്കാം. പിന്നെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഒരു മൈനസ് ചിഹ്നമാണ്, എ മൈനസ് ബി. അതായത് എയിലുള്ള എലമെന്റ് ആയിരിക്കണം, പക്ഷെ ബിയിൽ ഉണ്ടാവാൻ പാടില്ല. ഡിഫറൻസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിം ആയിട്ട് വരുന്ന എലമെന്റ്. ഉദാഹരണത്തിന് ഇവിടെ സെയിം ആയിട്ടുള്ള 1, 2 ഇതില്ല, പക്ഷെങ്കിൽ 3 ഇവിടെ ഉണ്ട് കണ്ടോ, 3 ഇവിടെ ഉണ്ട്. അപ്പൊ അത് ചൂസ് ചെയ്യരുത്. 4 ഇവിടെ ഉണ്ടോ, 4 ഇവിടെ ഉണ്ട്, 4 ഇവിടെ ഉണ്ട്. അതേപോലെ ഡിഫറൻസ് എന്നാൽ ഒരേപോലെ വരുന്ന എലമെന്റുകളുടെ കേസാണ്. അതാണ് ഡിഫറൻസിന്റെ കേസ്. ഓക്കെ, വലിയ ഇഷ്യൂ ഇല്ല എന്ന് കരുതുന്നു. ഡിഫറൻസ് ഒരേപോലെ വരുന്ന എലമെന്റുകൾ. ആൻഡ് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ എ മൈനസ് ബി, എയിൽ വരുന്ന എലമെന്റുകൾ അല്ലെ, എയിൽ ഉണ്ടായിരിക്കണം, ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഡിഫറൻസിന്റെ കേസ്. എയിൽ ഉണ്ടായിരിക്കണം, ബിയിൽ ഉണ്ടാവാൻ പാടില്ല. എയിലുള്ള എലമെന്റുകൾ നോക്ക്, 1, 2, 3, 4, 5 വരെയാണുള്ളത്. പക്ഷെങ്കിൽ എയിലുണ്ടായിരിക്കണം, എയിലുള്ളത് ബിയിൽ ഇല്ലാത്തത്. അങ്ങനെയെങ്കിൽ 1, 2, 3, 4, 5 നോക്കാം. ബിയിലുണ്ടോ, 3 ഉണ്ട്, പക്ഷെ എഴുതാൻ പാടില്ല, 4, 5. ഓക്കെ, അപ്പം എയിലുള്ളത് ആകെ സെറ്റ് 1, 2 വരെയാണ്. പിന്നെ അടുത്തത് ബിയിലുള്ളതായിരിക്കണം, പക്ഷെ എയിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ളതില്ല, ബിയിലുള്ളതായിരിക്കണം, പക്ഷെ എയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പം ഇവിടെ ഓൾറെഡി എയിലുണ്ട്, 3, 4, 5 ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കുക, ബാക്കി 3 എണ്ണം എടുത്ത് കൊടുക്കുക, 6, 7. അതേപോലെയാണ് ഈ സെറ്റ് നോക്കാം. എ മൈനസ് ബി അല്ലെങ്കിൽ എ ഡിഫറൻസ് ബി നോക്കുകയാണെങ്കിൽ എയിൽ ഉണ്ടായിരിക്കണം, പക്ഷെ ബിയിൽ ഉണ്ടാകാൻ പാടില്ല. എയിലുള്ളത് 1, 2 ആണുള്ളത്, 3, 4 ഇവിടെ ഉണ്ട്, പക്ഷെ അത് നമ്മൾ എഴുതാൻ പാടില്ല. കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് എഴുതാൻ പാടില്ല, അല്ലാത്തതിന് എഴുതി കൊടുക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിലെ ബി ഡിഫറൻസ് എ നോക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ഓപ്പൺ ചെയ്യാം. കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് 3, 4 കോമൺ ആണ്, 3, 4 കോമൺ ആണ്. ബാക്കി ഈ ഒരു എലമെന്റുകൾ അടുത്ത് എഴുതി കൊടുക്കാം. 5, 6, 7 എഴുതി കൊടുക്കാം, വലിയ ഇഷ്യൂ ഇല്ല. ഓക്കെ, ഇതാണ് ഡിഫറൻസിന്റെ കേസ്. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റുകളുടെ കേസ്. അത് നോക്കാം. വെൻ ഡയഗ്രാം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഓർ യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ മൈനസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതിനങ്ങ് എത്തി കൊടുക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ കോംപ്ലിമെന്റ് എനെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഇവിടെ തന്നിട്ട് ബി ആണ്, പക്ഷേ നമ്മൾ എനെ എഴുതാം. ഓക്കെ, എനെ എഴുതുകയാണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്, ആ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബിനെ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്, ആ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എനെ മൈനസ് ചെയ്യാം. എയിലുള്ള എല്ലാ എലമെന്റുകളും മൈനസ് ചെയ്യുക. ഉദാഹരണത്തിന് എയിൽ 1, 2, 3, 4 1, 2, 3 വരെയാണുള്ളത്. അപ്പം യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 1, 2, 3 മൈനസ് ചെയ്യുക, ബാക്കിയുള്ള എലമെന്റുകൾ എടുത്ത് ചെയ്യുക. അതാണ് എ കോംപ്ലിമെന്റ്. ഇനി ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലോ, ബിയിലുള്ള എലമെന്റുകളൊക്കെ യൂണിവേഴ്സൽ സെറ്റിലെ ബിയിൽ നിന്നുള്ള എലമെന്റുകൾ ഒക്കെ മൈനസ് ചെയ്യുക, ബാക്കി അങ്ങനെ എഴുതി കൊടുക്കുക. ആ ഒരു കൺസെപ്റ്റ് ആണ്. പിന്നെ ലാസ്റ്റ് ഓഫ് ഓൾ കത്തിയിട്ടുണ്ടോ
ഡൗട്ട് ഉണ്ട്, എന്നാൽ നമുക്ക് ചോദ്യങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ക്ലാരിഫൈ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. വെൻ ഡയഗ്രാമിന്റെ കേസ് യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ സൂചിപ്പിക്കുക ഒരു വലിയൊരു പെട്ടിയാണ്. സെറ്റുകളെ നമ്മൾ സൂചിപ്പിക്കുക ഒരു സർക്കിളുകളാണ് സൂചിപ്പിക്കുക. ഓക്കെ, ഒരു ബോക്സ്, വലിയൊരു ബോക്സ് വെച്ചിട്ട് അതിനെ യൂണിവേഴ്സൽ സെറ്റ് എന്നും, ഇതിനെ സെറ്റ് എ ആണിത്, ഇത് സെറ്റ് ബി ആണ്. അതിൽ ഇവിടെ കളർ കൊടുത്തിട്ടുള്ള പൊസിഷൻ കാണുന്നുണ്ടോ നിങ്ങൾ? കളർ കൊടുത്തിട്ടുള്ള ഒരു ഈ കളർ കൊടുത്തിട്ടുള്ള ഭാഗമല്ലേ, അതിനെയാണ് യൂണിയൻ എന്ന് പറയുന്നത്. അത് ഇന്റർസെക്ഷൻ ആണ്. ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്, അതാണ് ഇന്റർസെക്ഷൻ. ഓക്കെ, അതാണ് ഇന്റർസെക്ഷൻ. ഇനി എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഈ ഒരു കളർ കൊടുത്തിട്ടുള്ള ഭാഗങ്ങൾ, അതായത് ഒരു വലിയൊരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ആ യൂണിവേഴ്സൽ സെറ്റിന്റെ രണ്ട് സെറ്റുകളിലുള്ള എല്ലാവരെയും നിരത്തി എഴുതാം. രണ്ട് സെറ്റിലുമുള്ള ആൾക്കാരെ എല്ലാവരും നിരത്തി, അതാണ് ഓൾറെഡി പറഞ്ഞു എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ പറഞ്ഞിട്ട് ദാറ്റ്സ് ഇറ്റ്. എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാസ്സും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെറ്റുകൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടെ നമ്മൾ റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ മസ്റ്റ് ബി ഹാവ് സബ്സ്ക്രൈബ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് കൃത്യം 41 മിനിറ്റ് കൊണ്ട് നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആവണം, നമുക്കൊന്നുകൂടെ റെഡിയാക്കാം കരുതുകയാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പം എല്ലാവരും ചാനൽ നല്ല രീതിയിൽ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇന്നത്തെ രാത്രിയുടെ ലൈവിലേക്ക് എല്ലാവരും വരിക. ആൻഡ് എല്ലാവർക്കും ബൈ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. അപ്പം എല്ലാവർക്കും ടാറ്റ, ഗുഡ് ബൈ. അപ്പം വാട്സ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. നമ്മുടെ നോട്ടുകൾക്ക് വേണ്ടി വാട്സ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ